ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ കപ്പൽ ഇറാൻ പിടികൂടിയിട്ട് ഇന്നേക്ക് 40 ദിവസത്തിന് മുകളിലായി. മലയാളികളടക്കം നിരവധി ഇന്ത്യൻ പൗരന്മാരാണ് കപ്പലിൽ മോചനം കാത്തുകിടക്കുന്നത്. സുരക്ഷിതരാണെന്ന മറുപടി മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയവും കപ്പൽ കമ്പനിയും നടത്തുന്നതെന്നും അധികാരികൾ ഗൗരവത്തിൽ വിഷയമേറ്റെടുക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെടുന്നു. ഈ കഴിഞ്ഞ ഏപ്രിൽ 13-നാണ് യുഎഇയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ഇസ്രായേൽ കമ്പനിയായ MSCയുടെ ഏരിയസ് എന്ന ചരക്ക് കപ്പൽ ഹോർമൂസ് കടലിടുക്കിൽ വെച്ച് ഇറാൻ സൈന്യം പിടിച്ചെടുത്തത്. 17 ഇന്ത്യൻ പൗരന്മാരടക്കം 25 ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഇവരിൽ മലയാളിയായ ആൻറ്റസ് ഉൾപ്പെടെ 6 ഇന്ത്യൻ പൗരന്മാരെയും 2 വിദേശ പൗരന്മാരെയും ഇറാൻ സൈന്യം വിട്ടയച്ചിരുന്നു. നിലവിൽ 17 പേരാണ് മോചനം കാത്തു കിടക്കുന്നത്. അധികാരികളിൽ നിന്ന് കൃത്യമായ മറുപടി കിട്ടാത്തതിനാൽ പ്രിയപ്പെട്ടവരെ ഓർത്ത് ആശങ്കയിലാണ് ബന്ധുക്കൾ. ഞാനൊരു 10-12 ഇമെയിൽ അയച്ചു. ഇതിന് MSCൻ്റെ ഹെഡ്ക്വാർട്ടർ അതിൽ ഒരു ഡീഗോ പൊണ്ട എന്ന് പറഞ്ഞിട്ടൊരാൾ, അയാൾക്ക് അയച്ചു, ചെയർമാൻ അയച്ചു. നത്തിങ്, നോ റിപ്പോർട്ട്, ഒരു റിപ്ലൈയും കിട്ടിയില്ല. പക്ഷേ ഒരു സ്പീഡപ്പ് വേണ്ടേ? 42 ദിവസമായി ഈ ജോലിക്കാരെ അതിലിരിക്കുന്നു. അതൊരു ശരിയായ വശമാണ്. നമ്മൾ ആസ് എ ഇന്ത്യക്കാരൻ നമ്മൾ ആ നിലയ്ക്കാണോ? വിദേശ മന്ത്രാലയ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ഒക്കെ നോക്കണ്ടേ? സൈന്യത്തിന്റെ കീഴിൽ ബന്ദിയാക്കപ്പെട്ടതിനാൽ പിടിക്കപ്പെട്ടവരുടെ മാനസികാവസ്ഥയെക്കുറിച്ചടക്കം ബന്ധുക്കൾക്ക് ആശങ്കയുണ്ട്. ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴേക്കും കുട്ടിയുടെ മാനസികാവസ്ഥ വരെ പ്രശ്നങ്ങളായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര ആശങ്കയുണ്ട്. ഈ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റാത്തതിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. കേന്ദ്ര സർക്കാരിനാണല്ലോ ഇപ്പോൾ ഇത് കഴിയുക. അവർ ഇടപെടേണ്ടത് അന്ന് പറയുന്ന അതേ അവസ്ഥ എപ്പോഴും വേണ്ട. ശരിയാവും എന്നല്ലാതെ കാര്യമായിട്ടൊന്നും നമുക്ക് അനുഭവപ്പെടുന്നില്ല. ആ ഒരു വിഷമം നല്ലോണമുണ്ട്. ഗവൺമെൻറ്റിനെ അറിയിക്കണത്. ഭക്ഷണവും വിളിക്കലൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും അവരുടെ മാനസികാവസ്ഥയൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. തികച്ചും നിസ്സഹായത നിറഞ്ഞ അവസ്ഥയിലാണ് ബന്ധുക്കൾ ഉള്ളത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നടക്കം ആവശ്യമായ പിന്തുണയോ സഹായമോ ഇവർക്ക് ലഭിക്കുന്നില്ല. ബന്ദിയാക്കപ്പെട്ട പൗരന്മാരുടെ മോചനം അനന്തമായി നീളുമ്പോൾ വലിയ പ്രയാസമാണ് ബന്ധുക്കളിൽ ഉയർത്തുന്നത്. വിഷയം ഉന്നത വൃത്തങ്ങൾ ഗൗരവമായി പരിഗണിക്കേണ്ടതുണ്ട്. ബന്ധുക്കളുടെ ആശങ്കകൾ പരിഹരിക്കേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ അനിൽ കല്യാശ്ശേരിയോടൊപ്പം റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, കോഴിക്കോട്.